Hi students, welcome to Bosco Campus Vision. I am Clinton Clement, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. In this lecture, we will be discussing about the process of market segmentation. Market segmentation is the process of dividing large heterogeneous market into homogeneous submarkets in order to satisfy the requirements of the customer more efficiently. Today we are going to discuss about the process of market segmentation. At first, identification of the needs and characteristics of the consumer. Consumers' characteristics differ from person to person. Hence, identification of needs and characteristics of consumer is highly essential. അപ്പോൾ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ലാർജ് ഗ്രൂപ്പിനെ, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാർജ് ഗ്രൂപ്പിനെ നമ്മൾ ഹോമോജീനിയസ് ആയിട്ട് ഒരേ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആൾക്കാരെ എല്ലാം ചെറിയ ചെറിയ സബ് ഗ്രൂപ്പ്സ് ആയി ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സാണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ നീഡ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി കൺസ്യൂമർ. നമ്മുടെ ലാർജ് മാർക്കറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ ഒരു ടോട്ടൽ മാർക്കറ്റ് എന്ന് പറയുന്നത് പല വിധത്തിലുള്ള നീഡ്സും വോൺസും ഉള്ള ആൾക്കാർ, പല ക്യാരക്ടേഴ്സ്, പല ആൾക്കാർക്കും പല ക്യാരക്ടേഴ്സും പല നീഡ്സും ആയിരിക്കും. അത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു കൺസ്യൂമറിന് എന്താണ് ആവശ്യമെന്ന് മനസ്സിലാകാൻ പറ്റുള്ളൂ. ആ ഒരു സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളവരെ ഒന്നായി ചേർക്കാനും പറ്റുള്ളൂ. അപ്പോൾ സെഗ്മെൻറ്റേഷൻ്റെ ആദ്യത്തെ പ്രോസസ് എന്ന് പറയുന്നത് നമ്മുടെ ലാർജ് മാർക്കറ്റിൻ്റെ നീഡ്സും വോൺസും ക്യാരക്ടേഴ്സും എല്ലാം മനസ്സിലാക്കി സിമിലർ ക്യാരക്ടേഴ്സ് ഉള്ള കൺസ്യൂമേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇവാലുവേഷൻ ഓഫ് ദ നീഡ്സ് ആൻഡ് ക്യാരക്ടേഴ്സ് ഓഫ് ദി കൺസ്യൂമർ. After identification, proper evaluation of needs and characteristics is required for successful segmentation. കൃത്യമായിട്ട് നമ്മുടെ ലാർജ് മാർക്കറ്റിൻ്റെ നീഡ്സും ക്യാരക്ടേഴ്സും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഓരോ ക്യാരക്ടേഴ്സിനെയും നീഡ്സിനെയും ഇവാലുവേറ്റ് ചെയ്യണം. എന്തിനാണ്? സിമിലർ ആയിട്ടുള്ള നീഡ്സിനെയും ക്യാരക്ടേഴ്സിനെയും കണ്ടെത്താൻ. എന്നാൽ മാത്രമേ നമുക്ക് സിമിലർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉള്ള കൺസ്യൂമേഴ്സിനെ ഒരു സിംഗിൾ സബ് യൂണിറ്റ് അല്ലെങ്കിൽ ഒരു സെഗ്മെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ നീഡ്സും ക്യാരക്ടേഴ്സും ഐഡൻറ്റിഫൈ ചെയ്തു. അതിനുശേഷം ഈ നീഡ്സും ക്യാരക്ടേഴ്സും ഇവാലുവേറ്റ് ചെയ്തു. ഹോമോജീനിയസ് ആയിട്ടുള്ള നീഡ്സും ക്യാരക്ടേഴ്സും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്തു. ഗ്രൂപ്പിംഗ് ഓഫ് കൺസ്യൂമേഴ്സ് ഇൻ ടു സ്യൂട്ടബിൾ സെഗ്മെൻറ്റ്സ്. Placing of consumers into homogeneous groups is required for making the market segmentation effective. നമ്മൾ ഓരോന്നിനെയും ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം ഓരോ കൺസ്യൂമറിൻ്റെയും നീഡും ക്യാരക്ടേഴ്സും ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം ഹോമോജീനിയസ് ആയിട്ട്, അതായത് ഒരേപോലെയുള്ള നീഡ്സും ക്യാരക്ടേഴ്സും ഉള്ള കൺസ്യൂമേഴ്സിനെ എല്ലാം ഒരു ഗ്രൂപ്പായി ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ സെഗ്മെൻറ്റ്സ് ഫോം ചെയ്യുന്നത്. എഫക്റ്റീവ് ആയിട്ടുള്ള സെഗ്മെൻറ്റ്സ് ഫോം ചെയ്യണമെങ്കിൽ ഒരു സെഗ്മെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന എല്ലാ കൺസ്യൂമേഴ്സും ഒരേപോലെ ഹോമോജീനിയസ് ആയിട്ടുള്ള നീഡ്സും ക്യാരക്ടേഴ്സും ഉള്ളവരാണെങ്കിൽ മാത്രമേ സെഗ്മെൻറ്റേഷൻ എഫക്റ്റീവ് ആവുള്ളൂ. മൂന്നാമത്തെ സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത് ഗ്രൂപ്പിംഗ് ആണ്. ഒരേപോലെയുള്ള നീഡ്സും ക്യാരക്ടേഴ്സും ഉള്ള കൺസ്യൂമേഴ്സിനെ നമ്മളൊരു സിംഗിൾ സെഗ്മെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. Formulation of marketing mix. After grouping, proper marketing mix should be formulated for different market segments. അപ്പോൾ സെഗ്മെൻറ്റേഷൻ എന്നൊരു പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത് തന്നെ കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സും ക്യാരക്ടേഴ്സും നല്ല ഡീപ്പായിട്ട് മനസ്സിലാക്കി അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ സെഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ആദ്യമേ നമ്മുടെ ലാർജ് മാർക്കറ്റിലെ എല്ലാ കൺസ്യൂമേഴ്സിൻ്റെയും നീഡ്സും ക്യാരക്ടേഴ്സും മനസ്സിലാക്കി അതിൽ നിന്നും ഓരോന്നിനും ഇവാലുവേറ്റ് ചെയ്ത് ഒരേപോലെയുള്ള നീഡ്സും ക്യാരക്ടേഴ്സും ഉള്ള കൺസ്യൂമേഴ്സിനെ നമ്മൾ ഒരു ഗ്രൂപ്പായി ഡിവൈഡ് ചെയ്തു. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് ആ ഒരു ഗ്രൂപ്പിന് ആവശ്യകരമായ ഒരു മാർക്കറ്റിംഗ് മിക്സ് ഡെവലപ്പ് ചെയ്യുക. പ്രോഡക്റ്റ്, പ്രൈസ്, പ്രൊമോഷൻ, പ്ലേസ് എന്ന രീതിയിൽ കൃത്യമായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് മിക്സ് ആ ഒരു സെഗ്മെൻറ്റിന്, ഓരോ സെഗ്മെൻറ്റിന് ആവശ്യകരമായ മാർക്കറ്റിംഗ് മിക്സ് ഡെവലപ്പ് ചെയ്യുകയാണ് നമ്മൾ അടുത്ത സ്റ്റേജിൽ ചെയ്യുന്നത്. ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് മാർക്കറ്റിംഗ് മിക്സ്. The marketing mix is to be implemented effectively in the required market segment. ഓരോ സെഗ്മെൻറ്റിനും ആവശ്യകരമായ മാർക്കറ്റിംഗ് മിക്സ് ഡെവലപ്പ് ചെയ്തതിനു ശേഷം ഓരോ മാർക്കറ്റിംഗ് സെഗ്മെൻറ്റിലേക്കും അതിൻ്റേതായ മാർക്കറ്റിംഗ് മിക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് നമ്മൾ അടുത്ത സ്റ്റേജിൽ ചെയ്യുന്നത്. ഇത്തരത്തിൽ ഓരോ സെഗ്മെൻറ്റിന് ആവശ്യകരമായ ഏത് പ്രോഡക്റ്റാണ്, ഏത് ടൈമിൽ, ഏത് പ്ലേസിൽ, എത്ര പ്രൈസിൽ കൊടുക്കണം എന്നുള്ളത് കൃത്യമായിട്ടുള്ള മാർക്കറ്റിംഗ് മിക്സ് ഫോം ചെയ്ത് ഓരോ സെഗ്മെൻറ്റ്സിലും ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഫീഡ്ബാക്ക് ഓഫ് വേരിയസ് സെഗ്മെൻറ്റ്സ്. A feedback must be collected from the market about the implementation of the marketing mix and its effect. ഓരോ മാർക്കറ്റിംഗ് സെഗ്മെൻറ്റിലേക്ക് മാർക്കറ്റിംഗ് മിക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യണം. എത്രത്തോളം ആ മാർക്കറ്റിംഗ് മിക്സ് ആപ്റ്റാണ്, ആ ഒരു സെഗ്മെൻറ്റിൻ്റെ നീഡ്സും ക്യാരക്ടേഴ്സും അനുസരിച്ച് ആ ഒരു മാർക്കറ്റിംഗ് മിക്സ് എത്രത്തോളം ആപ്റ്റാണെന്ന് കൃത്യമായിട്ടുള്ള ഫീഡ്ബാക്ക് സിസ്റ്റം യൂസ് ചെയ്ത് ഫീഡ്ബാക്ക്സ് കളക്ട് ചെയ്യണം. ഫീഡ്ബാക്ക് അനാലിസിസ്.
The feedback from the market is to be analyzed and steps must be taken to make necessary changes in the marketing mix and implementation in the market segment. ഇങ്ങനെ ഇത്തരത്തിൽ ഓരോ സെഗ്മെന്റിൽ ഇംപ്ലിമെന്റ് ചെയ്ത മാർക്കറ്റിംഗ് മിക്സിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് കളക്ട് ചെയ്ത് ആ ഫീഡ്ബാക്കിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം. എന്ത് കാരണം കൊണ്ടാണ് കസ്റ്റമർ ആ രീതിയിൽ റെസ്പോണ്ട് ചെയ്തത്, അല്ലെങ്കിൽ ആ ഫീഡ്ബാക്ക് തന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അതനുസരിച്ചുള്ള ചേഞ്ച് എന്താണ് വരുത്തേണ്ടത്, അതനുസരിച്ച് മാർക്കറ്റിംഗ് മിക്സിൽ എന്തെങ്കിലും ചേഞ്ച് വേണമെന്നാണ് ഫീഡ്ബാക്ക് എന്നെങ്കിൽ അതനുസരിച്ച് മാർക്കറ്റിംഗ് മിക്സിൽ ചേഞ്ച് വരുത്തി ആ സെഗ്മെന്റിലേക്ക് ചേഞ്ച് ഇംപ്ലിമെന്റ് ചെയ്യണം. ഇത്തരത്തിൽ ഒരു കൃത്യമായിട്ട് ഓരോ സെഗ്മെന്റിനെയും ഒരു ലാർജ് ഹെട്രോജീനിയസ് ആയ മാർക്കറ്റിന്റെ എല്ലാ നീഡ്സും ക്യാരക്ടേഴ്സും മനസ്സിലാക്കി സിമിലർ നീഡ്സും ക്യാരക്ടേഴ്സും ഉള്ള കൺസ്യൂമേഴ്സിനെ ഒരു സബ് യൂണിറ്റ് അല്ലെങ്കിൽ ഒരു സെഗ്മെൻ്റായി ഡിവൈഡ് ചെയ്ത് ആ സെഗ്മെൻറ്റിന് ആവശ്യകരമായ രീതിയിൽ ഒരു മാർക്കറ്റിംഗ് മിക്സ് ഡെവലപ്പ് ചെയ്ത് ആ മാർക്കറ്റിംഗ് മിക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം കൃത്യമായിട്ടുള്ള ഫീഡ്ബാക്ക് സിസ്റ്റം യൂസ് ചെയ്ത് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക, അതിൽ നിന്നും ഫീഡ്ബാക്ക്സ് അനലൈസ് ചെയ്ത് മാർക്കറ്റിംഗ് മിക്സിന് ആവശ്യകരമായ ചേഞ്ചസ് വരുത്തുക. ഇത്തരത്തിൽ ഒരു കസ്റ്റമറിൻ്റെ ഒരു ഇൻഡിവിജ്വൽ കസ്റ്റമറിൻ്റെ പോലും നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാതെ പോകുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ഈച്ച് ആൻഡ് എവറി കസ്റ്റമർ ഷുഡ് ബി സാറ്റിസ്ഫൈഡ് എന്ന നിലയിലേക്ക് ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാർക്കറ്റ് സെഗ്മെന്റേഷൻ എന്നൊരു പ്രോസസ്സ് മാർക്കറ്റിംഗിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. Next, let us see what are the criteria for market segmentation. Market segmentation എന്ന പ്രോസസ്സ് ഇൻവോൾവ് ചെയ്യണമെങ്കിൽ, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ക്രൈറ്റീരിയാസ് നമ്മൾ ഫുൾഫിൽ ചെയ്യണം എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. അറ്റ് ഫസ്റ്റ്, ഐഡൻറ്റിറ്റി. The marketing manager must have some means to identify members of the segment. There must be clear difference between segments. Members of each segment can be readily identified by common characters which displays similar behavior. അപ്പോൾ ഫസ്റ്റ് ക്രൈറ്റീരിയ, മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ കണ്ടക്ട് ചെയ്യേണ്ട ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റിയാണ്. കൃത്യമായിട്ട് ഓരോ സെഗ്മെൻറ്റ്സിനെയും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഒരു മാർക്കറ്റിംഗ് മാനേജറിന് കഴിയണം. ഏത് രീതിയിലാണ് ഒരു മാർക്കറ്റ് സെഗ്മെൻറ്റ് ഡിവൈഡ് ചെയ്തേക്കുന്നത്, ഒരു സെഗ്മെൻറ്റിൻ്റെ ക്യാരക്ടർ എന്താണ്, ആ സെഗ്മെൻറ്റും മറ്റൊരു സെഗ്മെൻറ്റിനുള്ള ഡിഫറൻസ് എന്താണ്, എന്താണ് ഒരു സെഗ്മെൻറ്റിൻ്റെ പ്രത്യേകത, എന്തൊക്കെയാണ് ആ സെഗ്മെൻറ്റിന് വേണ്ടത്, ഇത്തരം കാര്യങ്ങളെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഒരു മാർക്കറ്റിംഗ് മാനേജറിന് സാധിക്കുമെങ്കിൽ മാത്രമേ നമ്മൾ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന പ്രോസസ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുള്ളൂ. Accessibility. Segment must be accessible in order to make them aware of products or service and getting these products through distribution system at a reasonable cost. നമ്മൾ ഈ പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഫോം ചെയ്യുന്ന സെഗ്മെൻറ്റ്സ് മാർക്കറ്റിംഗ് മാനേജേഴ്സിന് ആക്സസബിൾ ആയിരിക്കണം. അതായത് ആ ഒരു സെഗ്മെൻറ്റിലേക്ക് നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും കൺവേ ചെയ്യാൻ പറ്റണം, നമ്മുടെ പ്രോഡക്ട്സ് ആ സെഗ്മെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് മേടിക്കാൻ പറ്റണം. അത്തരത്തിൽ എല്ലാ രീതിയിലും ആക്സസബിൾ ആയിരിക്കണം സെഗ്മെൻറ്റ്സ്. എന്നാൽ മാത്രമേ മാർക്കറ്റിംഗ് സെഗ്മെൻറ്റേഷൻ ഹെൽപ്ഫുൾ ആയി വരുള്ളൂ. റെസ്പോൺസിവ്നെസ്. A clearly defined segment must react to change in any of the elements of മാർക്കറ്റിംഗ് മിക്സ്. ഒരു സെഗ്മെൻറ്റ് ഫോം ചെയ്യുമ്പോൾ ആ സെഗ്മെൻറ്റ് റെസ്പോൺസീവ് ആയിരിക്കണം. അതായത് ഏതെങ്കിലും ഒരു മാർക്കറ്റിംഗ് മിക്സിൻ്റെ എലമെൻറ്റ്, അതായത് പ്രോഡക്റ്റ്, പ്ലേസ്, പ്രൊമോഷൻ ആൻഡ് പ്രൈസ്, ഇതിൽ ഏതെങ്കിലും ഒരു എലമെൻറ്റിൽ ചേഞ്ച് ഉണ്ടാകുകയാണെങ്കിൽ അതിനനുസരിച്ച് റെസ്പോൺസീവ് ആയിരിക്കണം മാർക്കറ്റ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ കൊണ്ട് കമ്പനിക്ക് ബെനിഫിഷ്യൽ ആയിട്ടൊന്നും ഉണ്ടാവില്ല. കൃത്യമായിട്ട് പ്രോഡക്റ്റ് മിക്സ് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ, ഓരോ സെഗ്മെൻറ്റിലും ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്ന പ്രോഡക്റ്റ് മിക്സ് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ആ മാർക്കറ്റിംഗ് സെഗ്മെൻറ്റേഷൻ കൊണ്ട് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. Another criteria is size. The segment must be reasonably large enough to be profitable target. It depends upon the number of people in it and their purchasing power. നമ്മളൊരു സെഗ്മെൻറ്റ് ഫോം ചെയ്യുമ്പോൾ ആ സെഗ്മെൻറ്റിൻ്റെ സൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയ ആണ്. ഒരുപാട് ചെറുതായി പോകാൻ പാടില്ല. കാരണം ഒരു സെഗ്മെൻറ്റിന് ആവശ്യകരമായ ഒരു മാർക്കറ്റിംഗ് മിക്സ് ഫോം ചെയ്യുമ്പോൾ അതനുസരിച്ച് എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും എക്സ്പെൻസീവ് ആകുമ്പോൾ തന്നെ അതിനനുസരിച്ചുള്ള റിട്ടേൺ ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു സൈസ് കേപ്പബിലിറ്റി ആ ഒരു സെഗ്മെൻറ്റ് ഉണ്ടാവണം. അല്ലാതെ ഒരുപാട് ചെറിയ സെഗ്മെൻ്റ് ആണെങ്കിൽ നമുക്ക് നഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരുപാട് എഫേർട്ട് ഉണ്ടാവും, പക്ഷേ അതനുസരിച്ചുള്ള റിട്ടേൺ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒരു മിനിമം സൈസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സെഗ്മെൻറ്റ് നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. മെഷറബിലിറ്റി. The purpose of segmentation is to measure the changing behavior pattern of consumers. നമ്മൾ സെഗ്മെൻറ്റേഷൻ എന്ന പ്രോസസ്സ് ചെയ്യുന്നത് തന്നെ നമ്മളൊരു ലാർജ് മാർക്കറ്റ് ആകുമ്പോൾ നമുക്ക് ഓരോ കൺസ്യൂമേഴ്സിൻ്റെയും
ബൈയിങ് ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഡിവിജ്വലി ഒരു കൺസ്യൂമറിൻ്റെ ബൈയിങ് ബിഹേവിയറിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പാടായിരിക്കും. സെഗ്മെൻറ്റേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓരോ കൺസ്യൂമറിൻ്റെയും ഇൻഡിവിജ്വലി ഓരോ കൺസ്യൂമറിൻ്റെയും ബൈയിങ് ബിഹേവിയറിൽ ചേഞ്ച് ഉണ്ടാകുന്നത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അത്തരത്തിൽ മെഷറബിൾ ആണെങ്കിൽ മാത്രമേ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ കൊണ്ട് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. നേച്ചർ ഓഫ് ഡിമാൻഡ്. It refers to the different quantities demanded by various segments. Segmentation is required only if there are market differentiation in terms of ഡിമാൻഡ്. ഒരു ലാർജ് മാർക്കറ്റിനെ ചെറിയ ചെറിയ സെഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ലാർജ് മാർക്കറ്റിൽ തന്നെ പല രീതിയിലുള്ള ഡിമാൻഡ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഒരു സെഗ്മെന്റ് ആകുമ്പോൾ അതിന് ഒരു കൃത്യമായിട്ടുള്ള ക്വാണ്ടിറ്റി ഡിമാൻഡ് ഉണ്ടാവണം. തക്കതായ ഡിമാൻഡ് ആ സെഗ്മെന്റിന് ഉണ്ടെങ്കിൽ മാത്രമേ കമ്പനിക്ക് പ്രോഫിറ്റബിൾ ആവുള്ളൂ. അല്ലാതെ എത്ര ഡിമാൻഡ് ഒന്നും കൂടെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ സെഗ്മെന്റേഷൻ ആയിട്ട് ഓരോ ചെറിയൊരു സെഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ആ ഒരു സെഗ്മെന്റിന്റെ നേച്ചർ ഓഫ് ഡിമാൻഡ് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സെഗ്മെൻറ്റേഷൻ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ കൊണ്ട് പ്രോഫിറ്റബിളായി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ക്രൈറ്റീരിയാസ് എല്ലാം ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ മാത്രമേ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്ന പ്രോസസ്സ് ഒരു കമ്പനിക്ക് സക്സസ്ഫുള്ളായി പ്രോഫിറ്റബിളായി മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ്റെ പ്രോസസ്സും എന്തൊക്കെ ക്രൈറ്റീരിയസ് ആണ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുൾഫിൽ ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഒരു കണ്ടിന്യൂഷൻ സെക്ഷൻ ആയിരുന്നു. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അസൈൻമെൻ്റ് ആയിട്ട് 2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ആൻഡ് വാട്ട് ആർ ദ ക്രൈറ്റീരിയ ഫോർ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. ആൻസേഴ്സ് നല്ല രീതിയിൽ വായിച്ച് പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ.